വടകരയിൽ ഷാഫി പാട്ടും പാടി ജയിക്കും. ഇത് CPM-ന് തന്നെ നന്നായി അറിയാം. എന്നിട്ടാണ് വടകരയിൽ നല്ല മത്സരമാണ് നടന്നതെന്നും എങ്കിലും ശൈലജ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് CPM-ന്റെ പട്ടികയിൽ വടകര മണ്ഡലത്തെയും അവർ ചേർത്തത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയത് വടകര തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജയപരാജയങ്ങളും ശ്രദ്ധിക്കപ്പെടും എന്നുറപ്പാണ്. അതുകൊണ്ട് ബാക്കി വരുന്ന 19 മണ്ഡലങ്ങളും തോറ്റാലും ഇല്ലാത്തൊരു ക്ഷീണം വടകരയിലെ തോൽവിക്ക് CPM-നുണ്ടാകാം. ശൈലജ തോൽക്കാത്ത നേതാവൊന്നുമല്ല. 2011 പേരാവൂരിൽ സണ്ണി ജോസഫിനോട് തോറ്റ ശൈലജ കോൺഗ്രസ്സുകാരെ അങ്ങനെ തോൽപ്പിച്ചിട്ടുമില്ല. എന്തായാലും തോറ്റും ജയിച്ചും കഴിവ് തെളിയിച്ച ശൈലജയ്ക്ക് പക്ഷേ കടത്തനാടൻ്റെ മണ്ണിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവോട് ജയിക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. രാഷ്ട്രീയ കളരിയിൽ സ്വായത്തമാക്കിയ അടവുകൾ 18 പുറത്തെടുത്തു. ഇടതുപക്ഷ കോട്ടകൾ ചേർന്ന പാർലമെൻറ്റ് മണ്ഡലം, കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം, രക്തസാക്ഷി കുടുംബങ്ങൾ, ചെഗുവേരമാർ ചേർന്ന് രക്തസാക്ഷികളാക്കിയവർ ഏറെയുണ്ട് ആ മണ്ഡലത്തിൽ. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പോളിംഗ്. പാതിരാത്രി വരെ നിന്നു. തങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കാൻ കഷ്ടപ്പെട്ട ജനതയ്ക്കരികിലേക്ക് പോകാതെ, അവരെന്നു തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ മാളത്തിലൊളിച്ച വിപ്ലവ വനിത. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, ഇവർ ആത്മാർത്ഥ ഇല്ലായ്മയുടെ പ്രതീകം എന്ന്. പരസ്പരം വിശ്വാസമില്ലാത്ത, ആരും തന്നെ രക്ഷിക്കാനില്ലാതിരുന്ന ഒരു കെട്ട കാലത്ത് സർക്കാരിൻ്റെ ചെലവിൽ വലിയ അതിമാനുഷികത ചമയുകയും സർക്കാരിൽ നിന്ന് ആരുമറിയാതെ ഖജനാവിൽ കൈയിട്ടുവാരിയതെല്ലാം പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അപ്പോഴേക്കും തെറ്റിദ്ധരിച്ച ജനങ്ങൾ മട്ടന്നൂർ എന്ന പാർട്ടി ഗ്രാമത്തിൽ അവർക്ക് 61,000-ന്റെ ഭൂരിപക്ഷം നൽകിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ അങ്ങനെയല്ല. രാവും പകലും സ്വന്തം മണ്ണിൽ സ്വന്തം ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ്. പാലക്കാട് നിന്നും വടകരയിലേക്ക് പോകുമ്പോൾ ഷാഫിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ അമ്മമാരുടെ മനസ്സ് അത് പറയുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ സ്നേഹിച്ചൊരു യുവാവ്. പ്രസ്ഥാനത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ജനങ്ങളെ കപടസ്നേഹം നൽകി വീർപ്പുമുട്ടിച്ച ഒരു നേതാവല്ല ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ നെല്ലും പതിരും തിരിച്ചറിയാൻ വടകരക്കറിയാം. അതവർ അറിഞ്ഞു കഴിഞ്ഞു. കയ്യിൽ മഷി പുരട്ടിയ ദിവസം അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 12 എണ്ണം നേടുമെന്ന് പറയുന്ന വീമ്പിളക്കലിനൊപ്പം വടകരയും കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്നും കണക്കിൽ ചേർത്തത് അതായിരിക്കും CPM-ന്റെ ഏറ്റവും വലിയ പൊങ്ങച്ചം പറച്ചിലായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഷാഫി ജയിക്കുമെന്നതിൽ വടകരക്കാർക്ക് സംശയമൊന്നുമില്ല. ടീച്ചർക്ക് മട്ടന്നൂരിലേക്കും പോകാം. അവരുടെ ഒറ്റ സംശയം ഭൂരിപക്ഷം 1,00,000-ന് മുകളിലോ താഴെയോ എന്ന് മാത്രം.